He's not giving me mic. सर give mic को सर माइक तो दीजिए, माइक तो दीजिए। माइक दीजिए लेकिन बोलेंगे आप। माइक नहीं है, माइक नहीं है सर। माइक तो चालू है। आप मानिए लेकिन सदन की പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിച്ചുകൂട്ടുന്ന ഓരോ തോന്നിവാസങ്ങളും കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ തലയിൽ കൈവയ്ക്കും. അതുകൊണ്ടാണ് ഈ വടക്കേ ഇന്ത്യക്കാർ അഥവാ ഉത്തരേന്ത്യക്കാരൊക്കെ കേരളത്തിലെ മലയാളികൾ പറയുന്ന വിവരമില്ലാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളാണ് വടക്കേ ഇന്ത്യക്കാർ എന്നൊക്കെ പറയുന്ന അങ്ങനെ മലയാളികളുടെ ഒരു ലേബൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ രാഹുൽ ഗാന്ധിയെ അവരുടെ പരിസരത്ത് പോലും അടുപ്പിക്കുന്നില്ല. കാരണം അവർക്ക് നല്ല രീതിയിൽ ബോധമുണ്ട്, രാഷ്ട്രീയം അവർക്ക് നല്ല രീതിയിൽ ബോധമുണ്ട്, അവർക്ക് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടി എന്തൊക്കെ ചെയ്തു തരുമെന്ന്. കാരണം രാഹുൽ ഗാന്ധി വന്ന് ഓരോ മണ്ടത്തരം കാണിച്ചും ഓരോ കോപ്രായത്തരം കാണിക്കുമ്പോൾ അവർക്കതൊരു എന്റർടൈൻമെന്റ് ആകുന്നു. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് രാഹുൽ ഗാന്ധി ഒരു പ്രയോജനവുമില്ലാത്ത ഒരു നേതാവാണ്, കോൺഗ്രസ് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇവരെയൊക്കെ ജയിപ്പിച്ച് ഒരു സംസ്ഥാനത്ത് ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷം പിന്നെ ഗുദാ ഹവ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷേ നരേന്ദ്രമോദിയെ ജയിപ്പിച്ചാൽ അല്ലെങ്കിൽ BJP ജയിപ്പിച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടും. അന്നെന്നുള്ളത് കഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തരുമെന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കോൺഗ്രസിന് ഉണ്ടായിരുന്ന വോട്ടും കൂടെ പോയി അവിടെ BJP വൻ ഭൂരിപക്ഷത്തിൽ കയറുന്നത്. ഇന്നലെ പാർലമെന്റിൽ ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കാണിക്കാൻ പാടില്ലാത്ത ഒരു കോമാളിത്തരം അല്ലെങ്കിൽ ഒരു വിവരക്കേട് അല്ലെങ്കിൽ ഒരു നാടകം, അതാണ് ഇന്നലെ രാഹുൽ ഗാന്ധി കാണിച്ചത്. അതോടുകൂടി കോൺഗ്രസ് ഉണ്ടായിരുന്ന വിലയും കൂടി രാഹുൽ ഗാന്ധി ഇന്നലെ കളഞ്ഞു കുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ പ്രസംഗിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു, എന്റെ മൈക്ക് ഓഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ വലിയ രീതിയിൽ ഒരു ഷോ കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു പ്രഹസനമൊക്കെ കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നെ അമിത്ഷായ്ക്ക് പേടിയാണ്, എന്നെ നരേന്ദ്രമോദിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് മോദിയും അമിത്ഷായൊന്നും പാർലമെന്റിൽ വരാത്തത്, അതുകൊണ്ടാണ് ഞാൻ എന്താണ് പറയുന്നത് എന്ന് ജനങ്ങൾക്ക് കേൾക്കാനായിട്ട് കാതോർത്ത് നിൽക്കുന്നു, എന്റെ ശബ്ദം പോലും കേൾക്കാൻ മോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ ഭയമാണ്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് എണീച്ചപ്പോൾ സ്പീക്കർ എന്റെ മൈക്ക് ഓഫ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷോ ആയിരുന്നു രാഹുൽ ഗാന്ധി അവിടെ കാണിച്ചത്. അപ്പോൾ സ്പീക്കർ പറഞ്ഞത്, രാഹുൽജി നിങ്ങൾ പറയുന്നത് എന്താണോ അത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് സ്പീക്കർ ഓം ബിർള പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞത് ഭൂലോകം മണ്ടത്തരമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവുന്നു. അപ്പോഴാണ് ബോധം രാഹുൽ ഗാന്ധിക്ക് വരുന്നത്. ഉടനെ തന്നെ രാഹുൽ ഗാന്ധി മൈക്ക് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം പാർലമെന്റിലെ ഓൺ റെക്കോർഡായിട്ട് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് സൺസൺ TV-യിൽ അവരുടെ യൂട്യൂബ് സ്ട്രീമിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പാർലമെന്റിന്റെ TV ആണ് അത്, ലോക്സഭ TV എന്ന നിലയിൽ സൺസൺ TV ഇത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി മൈക്ക് ഓഫ് ചെയ്യുന്നത്. അവർ ക്യാമറ സൂം ചെയ്ത് രാഹുൽ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നുള്ളത് അവർ കാണിക്കുന്നുണ്ട്. അതോടുകൂടി മൊത്തത്തിൽ കോൺഗ്രസും ഉൾപ്പെടെ നാണം കെടുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി പറയുന്നത്, നോക്കൂ എനിക്കിപ്പോൾ എന്റെ മൈക്ക് ഓഫാണ്. അപ്പോൾ സ്പീക്കർ പറയുന്നത്, നിങ്ങളല്ലേ മൈക്ക് ഓഫ് ചെയ്തത്, നിങ്ങൾ തന്നെ ഓണാക്കൂ എന്നിട്ട് സംസാരിക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി പറയുന്നത്, അമിത്ഷായ്ക്ക് എന്നെ പേടിയാണ്, അതുകൊണ്ട് എന്നെ എല്ലാവർക്കും ഭയമാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് മൊത്തത്തിലൊരു നാടകം കാണിച്ചു കൂട്ടുന്നു രാഹുൽ ഗാന്ധി. ഓരോ സംസ്ഥാനത്തും ഭരണം നഷ്ടപ്പെടുന്നു, തിരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെടുന്നു. എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് അഹങ്കാരത്തിനോ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യത്തിനോ ധിക്കാരത്തിനോ ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ പല തരത്തിലുമുള്ള നാടകങ്ങൾ, പല തരത്തിലുമുള്ള കള്ളത്തരങ്ങൾ രാഹുൽ ഗാന്ധി പാർലമെന്റിലടക്കം പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഒരു നാടകമാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ ഒരു പിറന്നാളായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ MPമാർക്കൊക്കെ ഒരു വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ചു, അവരുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചത് മല്ലികാർജ്ജുന ഖാർഗെയുടെ പിറന്നാളാണ്, അപ്പോൾ ഖാർഗെയുടെ വസതിയിൽ വെച്ച് നമുക്ക് കേക്ക് കട്ടിങ്ങും ഉൾപ്പെടെ ഒരു ചെറിയൊരു പിറന്നാൾ ആഘോഷം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അതും കേട്ടുകൊണ്ട് ഓരോ സംസ്ഥാനത്ത് നിന്നടക്കം DK ശിവകുമാർ അടക്കമുള്ളവരൊക്കെ കർണാടകയിൽ നിന്നും വിമാനമാർഗം ഡൽഹിയിലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് VD സതീശൻ അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് എത്തുന്നു. അപ്പോൾ VD സതീശനോട് പറഞ്ഞത്, എന്തായാലും ഡൽഹിയിലേക്ക് വരുമ്പോൾ നമുക്ക് KPCC അധ്യക്ഷനെ പറ്റിയുള്ള ഒരു ചർച്ചയും കൂടെ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അതിനുശേഷം അവരെല്ലാവരും ഖാർഗെയുടെ വസതിയിലേക്ക് എത്തി. UDF-ലെ നേതാക്കന്മാരെല്ലാവരും കൂടെ ഖാർഗെക്ക് ഹാപ്പി ബർത്ത്ഡേ ഖാർഗെജി എന്നൊക്കെ പറഞ്ഞ് ഒരു പൂജണ്ടും ബൊക്കയും ഗിഫ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാർട്ടി ഇവിടെയല്ല വേറൊരു സ്ഥലത്താണ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ MPമാരെല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ ഖാർഗെയുടെ വസതിയിൽ നിന്നും നടത്തിച്ച് നേരെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ടാണ് വലിയ രീതിയിൽ സമരവും മുദ്രാവാക്യവും
വിളിക്കുന്നത്. അതോടുകൂടി അപ്പോഴാണ് മനസ്സിലായത് കോൺഗ്രസ്, അപ്പോഴാണ് ഈ നമ്മുടെ ഇവിടുത്തെ നിന്ന് പോയ നമ്മുടെ UDF എംപിമാരായ UDF മന്ത്രിയായ വിഷ്ണുനാഥിനും അതോടൊപ്പം തന്നെ VD സതീശനും അതോടൊപ്പം തന്നെ കർണാടകയിലെ മുഖ്യമന്ത്രിക്കൊക്കെ DK ശിവകുമാറിനൊക്കെ കാര്യങ്ങൾ മനസ്സിലായത് രാഹുൽ ഗാന്ധി 8ന്റെ പണിയാണ് തന്നത്, നല്ല നൈസായിട്ട് നമ്മളെ തേച്ചു എന്ന് മനസ്സിലായത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി ചെന്ന് സമരം വിളിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റത്തിന്റെ കേസെടുക്കേണ്ട കാര്യമാണ്. അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട കാര്യമാണ്. ഈ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പാകെ സമരം നടത്തരുതെന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തും ഒരു നിർദ്ദേശം നൽകിയതാണ്. അങ്ങനെ ഒന്നാമത്തെ ഒരു കള്ളത്തരം രാഹുൽ ഗാന്ധി അവിടെ കാണിച്ചു. രണ്ടാമത്തത് ഈ പറഞ്ഞത് ഈ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു പോലീസുകാരൻ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, നമ്മളും നരേന്ദ്രമോദി ഇവിടെ നിന്ന് മാറണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവി ഒഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസുകാരനാണ് ഞാൻ എന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ആരോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത്രേ, അതായത് ആരോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമിത്ഷാ പോലീസുകാരെ വിളിച്ച് പറയുന്നു വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പൊക്കെ നടത്തിക്കോളാൻ എന്ന് പറയുന്നു. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാലും മാധ്യമങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളോ പോലും ഒരു വില പോലും നൽകാത്ത ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ ഇമേജ് കാണിച്ചാൽ പോലും ഉത്തരേന്ത്യക്കാർക്ക് ആരാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ആരാണെന്ന് പോലും ആണ് ഉത്തരേന്ത്യക്കാർ ചോദിക്കുന്നത്. പക്ഷേ മോദിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ അവർക്ക് പറയും ഇത് നരേന്ദ്രമോദിയാണ്, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയും. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു വില പോലും ഉത്തരേന്ത്യക്കാർ കൊടുക്കുന്നില്ല. പക്ഷേ ആകപ്പാടെ ഒരു വില കൊടുക്കുന്നത് വയനാട്ടിലുള്ളവരാണ് കുറച്ച് വില കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധി കാണുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൈയും കാലും ഒക്കെ പിടിച്ച് സാഷ്ടാംഗ പ്രണമിക്കുകയും കെട്ടിപ്പിടിച്ച് ഉമ്മുമൊക്കെ വയ്ക്കുകയും ചെയ്യുന്നത് വയനാട്ടിലെ കുറച്ച് കോഴിക്കോട് വയനാട്ടിലേക്ക് മലബാർ മേഖലയിലെ കുറച്ച് ആൾക്കാരാണ്. അങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് ഒരാൾ പോലും രാഹുൽ ഗാന്ധിക്ക് ഒരു വില പോലും നിരോധിച്ച 500 നോട്ടിന്റെ വില പോലും നൽകുന്നില്ല. അപ്പോൾ നിലവിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു വിലയില്ലാത്തത് കൊണ്ട് തന്നെ ആരൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞു, ആരൊക്കെയോ എൻ്റെ ചെവിയിൽ വന്നിങ്ങനെ മൂളുന്നുണ്ട്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ സ്വയം ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി സ്വയം തൻ്റെ വില തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് BJPക്ക് ഒരർത്ഥത്തിൽ അവർക്കൊരു PR വർക്കാവുന്നു, അവർക്കൊരു വളമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.